സോ എല്ലാവർക്കും ഒഫീഷ്യലി എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നമ്മുടെ ക്രിസ്മസ് തീമിന് നമ്മുടെ കിച്ചൺ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ കിച്ചണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. നമുക്കതിലേക്കൊന്ന് പോവാം. സോ കിച്ചണൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാം സെറ്റാണ്. സോ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാൻ എന്തായാലും ചട്ടി ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഗ്രീഡിയൻസിലേക്ക്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചില്ലി പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ചില്ലി പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ കാശ്മീരി ചില്ലി അതിനെ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടർ പൗഡറും കൂടെ മിക്സ് ചെയ്ത് അതിനെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നല്ലൊരു കളർ കറിക്ക് കൊടുക്കും. വളരെ ടേസ്റ്റാണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗരം മസാല പൗഡറാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പൂ പട്ട കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയാണ്. നാടൻ വിഭവങ്ങൾക്ക് കറിവേപ്പില മസ്റ്റാണ്. പിന്നെ നമ്മുടെ ജിഞ്ചർ ചോപ്പ് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചതച്ചത്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇത് നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. എരിവുള്ളതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് 3 സവാള വേണം. പിന്നെ ഒരു 1/2 കിലോ ചിക്കനും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കാം. സോ ഞാനിവിടെ ചട്ടി ഓൾറെഡി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പാകം ചെയ്യുന്ന ഒരു നാടൻ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കൂടുതൽ വെളിച്ചെണ്ണ വേണ്ടി വരും. കാരണം വെളിച്ചെണ്ണ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നാടൻ റോസ്റ്റാണ്. സോ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചട്ടിയിലേക്ക്. സോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനായിക്കോട്ടെ വീട്ടമ്മമാർക്കായിക്കോട്ടെ എല്ലാവർക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറയുന്ന ക്വാണ്ടിറ്റി ഫോളോ ചെയ്താൽ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് നമുക്കത് കിട്ടും ഔട്ട്പുട്ട്. എന്തായാലും നല്ല ടേസ്റ്റാണിത്. സോ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഉലുവാപ്പൊടി അതിന് വളരെ ഒരു യുണീക്കായിട്ടുള്ള ടേസ്റ്റാണ് ഉലുവാപ്പൊടി നമ്മുടെ ഈ കറിക്ക് കൊടുക്കുന്നത്. യൂഷ്വലി എല്ലാവരും വിചാരിക്കും ഫിഷ് കറിയിലൊക്കെ ആയിരിക്കും, ബട്ട് അല്ല. ചിക്കൻ റോസ്റ്റിൽ ഇത് ഉലുവ അതിൻ്റെ ഒരു ഭയങ്കര ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ അതുപോലെ തന്നെ ഗാർലിക് രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമേ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കണം അതിനെ. ദെൻ നമുക്ക് ചൂടായതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഓയിലിലേക്ക് ഇറങ്ങത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നന്നായിട്ട് അത് സ്റ്റെർ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷമേ നമുക്ക് അടുത്ത ഓരോരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചമണം വരും. ദെൻ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പതൊക്കെ ആഡ് ചെയ്യാം. പച്ചമുളക് കുറച്ച് മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് അല്ലെങ്കിൽ എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചട്ടിയുടെ ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാവും. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇടാം. നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റാണ് കൊടുക്കുന്നത്. ആക്ച്വലി ചെറിയുള്ളി വെച്ച് മാത്രം ഈ കറി ഉണ്ടാക്കാം. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇത് ബാച്ചിലേഴ്സിനും കൂടെ വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ കാണിക്കുന്നത്. ചെറിയുള്ളി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമുക്കിത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ചതച്ചിടുമ്പോൾ അതിൻ്റെ വേറെ എന്താ പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും അതിന് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും. ഇത് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മുടെ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക്. സവാള 3 സവാള തന്നെയാണ്, സ്ലൈസ് ചെയ്തിട്ടാൽ മതി. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി. ഇതിപ്പോൾ റോസ്റ്റാണ്, നമുക്ക് തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 3 സവാള എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വലി എടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ റോസ്റ്റിന് നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല, നമുക്ക് സവാള മാത്രം മതി. അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം അധികം കൂട്ടണ്ട ഈ ഒരു സമയത്ത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതാകുമ്പോൾ നമ്മുടെ ചൂടുള്ള എണ്ണയിൽ കിടന്ന് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഇത് കുറച്ച് എളുപ്പം ഒന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ പെട്ടെന്ന് വരും. സോ ചില ആൾക്കാർ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു റോസ്റ്റിന് നമുക്ക് എന്തായാലും ഉപ്പ് മതി. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതി. അത്യാവശ്യം നല്ല രീതിയിൽ വരും. കാരണം ഉപ്പ് നമുക്ക് എപ്പോഴും അളവ് ശ്രദ്ധിച്ച് ഇടാൻ പറ്റും. സോ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നു.
സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്. അത് നന്നായിട്ട് കാരമലൈസായി വരണം. ആ കാരമലൈസായി വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒണിയൻ കുറച്ചൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് അത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ പൊറോട്ട അതുപോലെയുള്ള ഉണ്ടോ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു അപാര മണമാണ് കേട്ടോ വരുന്നത്. നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വഴണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ മസാലയുടെ പച്ചമണം കൂടെ ഒന്ന് പോകണം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആവും. കാരണം ആ ഒരു ഫ്ലേവർ ഇതിൽ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. ഈ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഇടാം. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ ഏത് ടൈപ്പ് ഓഫ് പേസ്റ്റാണ് അരക്കേണ്ടതെന്ന്. സോ അത് നമുക്കിതിലേക്ക് ഇടാം. ഈ പേസ്റ്റിന് റെഡ് കളറാണ്. കാരണം ഇത് കാശ്മീരി ചില്ലി തന്നെ യൂസ് ചെയ്യണം. അപ്പോഴാണ് റോസ്റ്റിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നല്ല കണ്ടോ ഇപ്പം മൊത്തത്തിൽ ഞാൻ ആ ബൗളിൽ നിന്ന് മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഫുഡ് കളറിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അത്രയും നാച്ചുറലായിട്ട് നമ്മൾ വയ്ക്കാം. നമ്മൾ നാടൻ വിഭവങ്ങൾ എപ്പോഴും നാടൻ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഒന്നും വേറെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരു കളറോ ഒരു മായോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അമ്മമാർ നമുക്ക് എങ്ങനെയാണോ ഫുഡ് തരുന്നത്, നമുക്ക് മാക്സിമം ഹെൽത്തി ആയിട്ടും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കളറൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചിലപ്പോൾ എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ കാശ്മീരി ചില്ലി മതി. ആ റെഡ് കളർ കണ്ടോ, എന്ത് നല്ല കളറാണ്. ഇനി അത് ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും എന്തുമാത്രം ആ ഒരു മുളകിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഈ കറിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുളകിൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ മൊരിയണം, ഇത് എണ്ണയിൽ കിടന്ന് ഈ ഒരു മസാല. കാരണം നമ്മൾ പച്ചക്കാണ് അരയ്ക്കുന്നത്. സോ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് പേഷ്യൻസ് വേണം. നന്നായിട്ട് അതൊന്ന് എണ്ണയിൽ കിടന്ന് മൊരിയണം മസാല. നല്ലപോലെ മൊരിഞ്ഞ് ആ കളറ് ഫെയ്ഡ് ആവില്ല. കാരണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം റോസ്റ്റിംഗ് പാർട്ട് വരുമ്പോഴാണ് ഞാനിത് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു പ്രോസസ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മസാല അടി പിടിക്കാനും പാടില്ല. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മസാല അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റിന് അത് കുറച്ച് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമും എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്ക് കുക്കിങ്ങിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പതുക്കെ ആഡ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ മസാലയൊക്കെ ഓൾറെഡി നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കണം. കാരണം ഇത് ചിക്കനിലേക്ക് പറ്റി പിടിക്കണം. കാരണം നല്ലപോലെ ചിക്കൻ ഇത് അബ്സോർബ് ചെയ്തെടുക്കണം മീറ്റിലേക്ക്. നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിക്കുക. അതുകൊണ്ട് നമ്മളിത് അടച്ച് വെക്കുമ്പോഴായിക്കോട്ടെ ആ ഫ്ലേവറൊക്കെ ഉണ്ടോ. ഞാനിപ്പോൾ ഓൾറെഡി അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ ആ ഒരു മീറ്റ് നന്നായിട്ട് കുക്കാവണമല്ലോ. നന്നായിട്ട് കുക്കാവുന്ന സമയത്തിൻ്റെ കൂടെ തന്നെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇത് പിടിക്കും. ആ ഒരു ഫ്ലേവർ ഇതെല്ലാം പിടിക്കുന്ന സമയമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് നേരം ഏതാണ്ടൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് ലിഡ് വെച്ച് അടച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറക്കും. എന്നാലും അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു പുളിപ്പിന് അപ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. സോ നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊന്ന് പിടിക്കട്ടെ. നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം. സോ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് കിട്ടും. സോ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപാര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും. ചൂടപ്പം ചപ്പാത്തിയുടെ കഴിക്കാൻ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് നന്നായിട്ട് ഞാൻ എണ്ണയിലിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സോ ഞാനിവിടെ ഒരു മൺപാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു നാടൻ ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത് അപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ എല്ലാം നിങ്ങളിത് ക്രിസ്മസ് നിങ്ങളുടെ ഒരു ലഞ്ചിന് വേണ്ടിയിട്ടോ ഡിന്നറിന് വേണ്ടിയിട്ടോ ഈ ഒരു വിഭവം കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ എല്ലാവരും ഈ വിഭവം സെർവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു ആൾ.